സോ വെൽക്കം ഗൈസ്, വെൽക്കം ടു ദ അനദർ വീഡിയോ. അപ്പം നാളെ ഡിസംബർ 20 ആണല്ലേ. ഡിസംബർ 20-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെ, നമ്മുടെ മാർക്കോയുടെ റിലീസ്. കാരണം എല്ലാവരും വളരെ എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന ഒരു ഫിലിമാണ്. കാരണം അധികം തള്ളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ, നിങ്ങൾ അധികം പ്രൊമോഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളൊരു നിലയിൽ ഇറങ്ങുന്ന ഒരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷകളുണ്ട്. കാരണം തള്ളിൻ്റെ അങ്ങേയറ്റം തള്ളി ഇറക്കിയ സിനിമകളൊക്കെ പൊട്ടിയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ ആകുകയല്ലെന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ വളരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവരൊരു ടീസർ റിലീസ് ചെയ്തിരുന്നു. ആ ടീസറും വളരെ ഹിറ്റായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വമ്പ ഹിറ്റായിട്ടൊരു ടീസറായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയങ്ങൾ ഇതൊന്നുമല്ല. ഈ ടീസർ റിലീസ് ചെയ്തതിൻ്റെ പുറകെ ഇവരൊരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തിരുന്നു. അതായത് ഈ ടീസർ റീക്രിയേറ്റ് ചെയ്യുക, അതിനകത്തുനിന്ന് നല്ല ഒരെണ്ണം അവർ തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസും വെച്ചിരുന്നു. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആർട്ട്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അവർ ഏറ്റവും ബെസ്റ്റിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നൊരു 100 കണക്കിന് വീഡിയോസ് റീക്രിയേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ഞാനിത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ടീസർ കിടക്കുന്നു. അപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് ശരിക്കും ഒറിജിനൽ ആണോ അതോ റീക്രിയേറ്റ് ചെയ്താണോ നമുക്ക് മനസ്സിലാകത്തില്ല ആദ്യം കണ്ടു കഴിഞ്ഞാൽ. കാരണം അത്രത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒറിജിനലിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ടീസേഴ്സ് ആയിരുന്നു. പിന്നെ അതിങ്ങനെ കണ്ടു വന്ന് പിന്നെ കയറി നോക്കിയപ്പോഴത്തേക്കിനാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരിടുന്നതാണ്. അങ്ങനെ ഞാൻ കുറേ എണ്ണം ഇരുന്ന് കണ്ടു. മൊത്തം ഒന്നും കണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കുറേ എണ്ണം ഇരുന്ന് കണ്ട് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫിലിമിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇത്രത്തോളം പാഷനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് എന്ത് രസമായിട്ടാണ് ചില ടീസേഴ്സൊക്കെ കാണുന്നത്. ഒറിജിനലിനെ വെല്ലുക എന്നൊക്കെ പറയല്ലേ, അതുപോലെ എന്ത് ഭംഗിയായിട്ടാണ് ചിലരൊക്കെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന. ആർട്ട്, VFX ചിലതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ടീസർ കോമ്പറ്റീഷനെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇവരിതിൻ്റെ അനൗൺസ്മെൻറ്റ്, വിന്നറെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു ഡേറ്റാണ്. ആ ഡേറ്റിൽ ഇവരൊരു അനൗൺസ്മെൻറ്റ് നടത്തുവാണ്. അതായത് ഈ കോമ്പറ്റീഷനിലെ എല്ലാവരും വിന്നേഴ്സ് ആണ്, അല്ലാതെ ഒരാൾ മാത്രമല്ല ഇതിനകത്ത് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണ്. പക്ഷേ ആ പോസ്റ്റിന് വന്ന കമൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് കമൻസ് ആണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇവരതൊരു പോസിറ്റീവ് രീതിയിലായിരിക്കും ഇട്ടത്. കാരണം ആരെയും വിഷമിപ്പിക്കേണ്ട, എല്ലാവരുടെയും എഫേർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സോ ആരെയും ഇവർ അധികം വിഷമിപ്പിക്കേണ്ട, എല്ലാവരും ഒരു രീതിയിൽ തന്നെ പോകട്ടെ, എല്ലാവരെയും നല്ലതാണല്ലോ. സോ എല്ലാവരും ഒരു രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കാം ഇവർ ഇട്ടിരുന്നത്. പക്ഷേ അതിനകത്ത് കുറേ അധികം നെഗറ്റീവ് കമൻസ് വന്നു. അത് നെഗറ്റീവ് കമൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം വെറുതെ കാണുന്ന ഒരാൾക്ക്, ഇപ്പം ഞാൻ എഴുതുന്ന വെറുതെ ഞാൻ അതിനകത്തൊരു സ്ട്രഗിളും എടുക്കാത്ത ഒരാൾ, ജസ്റ്റ് ഒരു വ്യൂവറാണ്, എനിക്ക് വേണമെങ്കിൽ പറയാം അവരുടെ ആ ഒരു അഭിപ്രായം വളരെ നല്ലതാണ്, അവർ ആരെയും വിഷമിപ്പിക്കുന്നില്ലല്ലോ, അത് നല്ലതാണ്. പക്ഷെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ കാണുന്ന 1 മിനിറ്റിൻ്റെ ഈ വീഡിയോ അവരുണ്ടാക്കാനായിട്ട് ദിവസങ്ങളോ അതുപോലെ മണിക്കൂറുകളും അവരതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും. ചില കമൻസ് ഒക്കെ അതിനകത്ത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഫിലിം ഇതുപോലെ പാഷനേറ്റഡ് ആയിട്ട് വന്നിട്ട് അവർ എക്സാംസിൻ്റെ തലേദിവസം വരെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ ആർക്കും ഇല്ല, എന്നാൽ എല്ലാവരും വിജയികളാണെന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഒബ്വിയസ്ലി ഉണ്ടാകാവുന്ന ഒരു ദേഷ്യത്തിൻ്റെ പുറത്തുണ്ടായ കമൻസ് ആണ്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു കാര്യമല്ലേ. നമ്മളൊരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി സം വൺ വിൻസ്. അതാണ് ഒരു മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലിറ്ററലി പറയാം നിങ്ങളെല്ലാവരും വിജയികളാണ്. ശരി, ആ
ടീസർ ചെയ്ത A to Z ആൾക്കാരും വിജയികളാണ്. കാരണം അവരവരുടെ മേഖലയിൽ ശരിക്കും എന്താ പറയുക, അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിജയികളാണ്. പക്ഷെ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കണം. അതിനാണല്ലോ ഒരു മത്സരം വെക്കുന്നത്. അല്ലെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ ആക്കി വെക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ച് അതിൽ നിന്ന് ഇവർക്ക് ഉറപ്പായിട്ടും ഒരു പ്രൊമോഷൻ കിട്ടിക്കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രൊമോഷൻ അല്ലാതെ ഇരിക്കത്തില്ല. എന്താണെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിക്കാണും. ഒബ്വിയസ്ലി കുറെ ഈ പടത്തിനെ പറ്റി കൂടുതലും കുറെ പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു നെഗറ്റീവ് കമന്റ്സ്, കുറെ അധികം കമന്റ്സ് വന്നു. കുറെ നമുക്ക് വായിക്കാൻ പറ്റുന്ന കമന്റ്സ് അല്ല. ചില കമന്റ്സ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കാതെ നിർത്തി വല്ല പണിക്കും പോടെ, പിന്നെ അങ്ങനെ കുറെ കമന്റ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഡിസപ്പോയിൻമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ ഇങ്ങനെ വന്ന് നമ്മൾ അതിലോട്ടൊന്നും വലിയ ഇതായിട്ട് പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനിട്ടാണ്. സോ എന്നിരുന്നാലും ഇതുപോലെ ഒരു ക്യാമ്പയിൻ ആയപ്പോഴത്തേക്കിനും ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയപ്പോഴത്തേക്കിനും ടീം അടുത്ത ദിവസം തന്നെ ഒരു അനൗൺസ്മെന്റ് നടത്തി. അവരുടെ ഒരു രീതിയിൽ അവർ ചെക്ക് ചെയ്തിട്ട് മാർക്കോ റീക്രിയേഷൻ ഫെസ്റ്റ് വിന്നേഴ്സ് അനൗൺസ്മെന്റ് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിട്ടിട്ട് അവർ കുറച്ച് ആൾക്കാരുടെ പേര് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ, ക്യാമറ, ആർട്ട്, ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇതായിട്ട് പ്രൈസ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വിന്നർ വിൽ ബി ഗെറ്റ് എ ചാൻസ് ടു പ്ലേ എ സ്യൂട്ടബിൾ റോൾ ഇൻ ദ നെക്സ്റ്റ് പ്രോജക്ട് ബൈ ക്ലബ്സ് ഓർ UMF ഷോക്കേസിങ് ദർ ആക്ടിങ് ടാലന്റ്. അങ്ങനെ അത് ആക്ടർക്ക് കൊടുക്കുന്ന ഒരു, കാരണം അടുത്തൊരു പ്രോജക്റ്റിലേക്ക് അയാളെ സ്യൂട്ടബിൾ ആയിട്ടൊരു റോളിലേക്ക് കാസ്റ്റ് ചെയ്യും. ഒരു ഡയറക്ടർ, അങ്ങനെ എല്ലാവർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്കിനും ഓക്കെ, അവർ ആദ്യം അങ്ങനെ ചെയ്ത് പിന്നെ ഒരു അനൗൺസ്മെന്റ് വന്നു. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, അത് വിന്നറായി എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് വെറുതെ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കി. അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ആദ്യം വന്നിരിക്കുന്ന പോലെ തന്നെ കുറെ കമന്റ്സ് ആണ്. അതായത് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ്. ഇവർ പറയുന്നത് ഇവർ ഈച്ച് ആൻഡ് എവറി വൺ അതിനകത്ത് ചെക്ക് ചെയ്തിട്ടാണ്, എല്ലാ വീഡിയോസ് ചെക്ക് ചെയ്തിട്ടാണ് വിജയെ പ്രഖ്യാപിച്ചെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കാണുന്ന കമന്റ്സിന്റെ ഒരു ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവർ ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ടില്ലെന്ന് ഉള്ള രീതിയിലാണ് കമന്റ്സ് വന്നത്. അപ്പൊ ഇതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ വെറുതെ കയറിയിട്ട് ഈ ഫസ്റ്റ് കിട്ടിയ ആ ഒരു പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കി. വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പം പറയാനായിട്ടില്ല. അവരവരുടെ ബെസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ കമന്റ്സ് വായിച്ചു നോക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീസറിന്റെ കാര്യം ഞാൻ പറയാം. അത് ആളുടെ പേര് ഷിബിൽ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ഒരു ടീസറാണ്. എനിക്ക് ആ പുള്ളിയുടെ ടീസർ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതായത് പുതിയതിനോട് നമ്മൾ ഒറിജിനലിനോട് താരതമ്യം ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് ആ ആംഗിൾ പോലും, ക്യാമറാസിന്റെ ആംഗിൾ പോലും ഭയങ്കര ഭംഗിയായിട്ട് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം അതുപോലെ തന്നെ വേറൊരു ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു യദു എന്ന് പറയുന്ന ഒരു ആളുടെ ടീസറും ഈ റീക്രിയേറ്റീവ് ടീസറും കണ്ട് അതും എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നി. ഇപ്പം ഇവര് എന്തുകൊണ്ടാണ് ഇവര് ഇത് സെലക്ട് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാനായിട്ട് അവകാശമില്ല. കാരണം അതിന്റെ ടെക്നിക്കൽ ടേംസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടായിരിക്കും അവർ സെലക്ട് ചെയ്ത്, അതൊക്കെ അവരുടെ ഇഷ്ടം. അതൊന്നും നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. ആ ഒരു ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അവരവരുടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത് കിട്ടിയത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള ഇതുണ്ട്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്ത് ആരെയും അങ്ങനെ ഇത് ചെയ്തതായിട്ടല്ല പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഈ ഷിബിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അതിന്റെ കൊറിയോഗ്രാഫി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ക്യാമറയുടെ ആംഗിള്, അതുപോലെ VFX, ഇതെല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഈ കമന്റ്സും സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അൺഫെയർ ആയി പോയി, ഇതിങ്ങനെ അതിൽ ചെയ്യേണ്ടത് കുറച്ചും കൂടെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യണമായിരുന്നു, ഇത് പെട്ടെന്നുള്ളൊരു ഇവാലുവേഷൻ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരും ഇത് ചെയ്തിട്ടുണ്ട്. കുറെ പേര്
മാർക്കോനെ ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ശരിയാണ്. അപ്പം മേ ബി ഇങ്ങനെ ഒരു ക്ലാഷ് ഒഴിവാക്കാനായിരിക്കാം അവരാദ്യം എല്ലാവരും വിജയികളാന്ന് പറഞ്ഞത്. പക്ഷെ അത് ഒരു ക്ലാഷിലോട്ട് വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇതൊരു ഡിസപ്പോയിൻമെന്റിലായിട്ട് വന്നിരിക്കുന്ന പോലെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം വേറെ ഒത്തിരി പേരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ നന്ദു, സുരേഷ്, അങ്ങനെ ഒത്തിരി വേറെ ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതലും മെൻഷൻസ് വന്നിരിക്കുന്ന ഈ യദു എന്ന് പറഞ്ഞിട്ട് ഉള്ള ആളുടെ പേരിലും ഈ വിന്നറിന്റെ പേരും യദു എന്ന് തന്നെയാണ്. ഞാൻ അതല്ല പറഞ്ഞത്, വേറൊരു യദു ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ ഈ ഷിബിലിന്റെ പേരും ഒക്കെയാണ് കൂടുതലും ഇതിനകത്ത് മെൻഷൻസ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഇതിന്റെ ഒരു പുറയിലുള്ള കാര്യമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ടീസർ ചെയ്ത എല്ലാവരും വിജയികളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് രസമായിട്ടാണ് ചിലതൊക്കെ വരുന്നത്. വളരെ എന്ത് ഭംഗിയായിട്ടാണ് അവരിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കുറച്ചും കൂടെ ഒരു ടൈം എടുത്തിട്ട് അവരത് ശരിക്കും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സത്യം എപ്പോഴും അതിൻ്റെ ഒരു സത്യം പറയുമ്പോഴത്തേക്കിന് ചിലപ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷെ എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായത്തിൽ ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഫോമൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസുകൾ ഇതിനകത്ത് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ അബൌട്ട് ദ ടെക്നിക്കൽ ടേംസ്. സോ ടെക്നിക്കലി അതിനകത്ത് കറക്ഷൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കും അവർക്ക് ഫസ്റ്റ് കൊടുത്തത്. അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ആസ് എ ലിസണർ, ആസ് എ വ്യൂവർ, എനിക്ക് ഇതാണ് തോന്നിയത്. സോ നിങ്ങളും അതൊന്ന് ടീസേഴ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇതിനകത്ത് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്ന ഒന്നും അല്ലല്ലോ ഇവരുടെ ലൈഫിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ കരിയറിന്റെ ലാസ്റ്റ് ഇതല്ല. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട്, എനിക്ക് കുറെ പേര് ഇതിനകത്ത് ചെയ്തിരിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരും. അവർ വന്നിരിക്കും. കാരണം അത്രത്തോളം പാഷനേറ്റഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ, ഇപ്പം ഇനി വരുന്ന ഇതൊക്കെ ആണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വെക്കുമ്പം അതിന് കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെക്കുക, കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് പറയുക, ഇന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ഇവാലുവേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഒത്തിരി പേരുടെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്, ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ്, ഒത്തിരി പേരുടെ കണ്ണുനീരാണ് സിനിമ എന്ന് പറയുന്നത്. സോ അത് അതിനകത്തൊരു ചെറിയൊരു വേഷം കിട്ടുന്നത് പോലും ചിലർക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷനാണ്. അപ്പം അതിനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കാൻ പറ്റുന്നവർ ഒരുക്കി കൊടുക്കുക എന്നേ ഉള്ളൂ. സോ എന്താണേലും മാർക്കോ നാളെ റിലീസ് ആവുകയാണ്. ആർക്കോയ്ക്കും മാർക്കോ ടീമിനും ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. നല്ലൊരു സിനിമയായിട്ട് എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു.